ഹലോ ഫ്രണ്ട്സ്, നമസ്തേ. ഇന്ന് 2026 ജനുവരി 16 വെള്ളിയാഴ്ചയാണ്. സമയം രാവിലെ 7:30. 9 ഡിഗ്രിയാണ് താപനില. ഇപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയിലെ തലസ്ഥാന നഗരമായ റിയാദിലെ ബത്തേയിലാണ്. ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടാണ്. ഇവിടെ നിന്ന് 180 കിലോമീറ്റർ തെക്കായി അൽ ഹരീഖ് എന്ന ഒരു പ്രവിശ്യയിലേക്കാണ് പോകുന്നത്. അവിടെ നടക്കുന്ന ഓറഞ്ച് ഫെസ്റ്റിവൽ കാണുക എന്നതാണ് ഉദ്ദേശം. അങ്ങോട്ട് പോകുവാനുള്ള ടൂർ ബസ് ഇവിടെ നിന്നാണ് പുറപ്പെടുക. 2 ബസ്സുകളിലായി കുട്ടികളടക്കം 90-ൽ പരം യാത്രക്കാരുമായാണ് യാത്ര. റിയാദിലെ പ്രശസ്തമായ ഗ്ലോബൽ ടൂർ ആൻഡ് ട്രാവൽസ് ആണ് ഈ യാത്രയുടെ സംഘാടകർ. ബസിൻ്റെ ഫ്രണ്ടിൽ അവരുടെ ബോർഡ് കാണാം. ഇതാണ് ഗ്ലോബൽ ട്രാവൽസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായ ഹനീഫിക്ക. ഇവരാണ് ബസിൻ്റെ ഡ്രൈവർമാർ. വരുന്ന യാത്രക്കാരെ ഹനീഫിക്ക സ്വീകരിച്ച് ബസ്സിലേക്ക് ആനയിക്കുന്നുണ്ട്. പുറത്ത് നല്ല തണുപ്പായതിനാൽ ബസിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറി. ഇതിന് മുമ്പുള്ള യാത്രകളിൽ സഹയാത്രികരായിരുന്നവർ ഉള്ളിൽ ഇരിപ്പുണ്ടായിരുന്നു. ഹലോ. നിഖിൽ ആൻഡ് ഫാമിലി, സമീർ, ജലീൽ ആൻഡ് ഫാമിലി, 2 ട്രിപ്പ് മുടങ്ങിയോ? പിന്നെ എല്ലാവരും പോകാൻ പറ്റില്ല, കുടുംബത്തിനെ വീട്ടിൽ ഒറ്റയ്ക്കുള്ളോ? പ്രദീപ് എന്നിവരെയൊക്കെ കണ്ട് കുശലം പറഞ്ഞു. ഇവരൊക്കെ ഗ്ലോബൽ സംഘടിപ്പിക്കുന്ന ടൂറുകളിൽ സ്ഥിര യാത്രികരാണ്. പരിചയമില്ലാത്ത മുഖങ്ങളും കാണാം. സംഘാടകരിൽ ഒരാളായ ഒബൈദ് ഫോണിലൂടെ ഇനിയും വരാനുള്ളവരോട് വഴി പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലാണ്. 8 മണിക്ക് പുറപ്പെടും എന്ന് പറഞ്ഞിരുന്നെങ്കിലും പലരും വൈകി വന്നതോടെ 8:15 ആയപ്പോൾ ബസ് പുറപ്പെട്ടു. യാത്ര തുടങ്ങുന്ന ബത്തേയിൽ നിന്ന് റിയാദിൻ്റെ തെക്കോട്ട് യാത്ര ചെയ്ത് 180 കിലോമീറ്റർ പിന്നിട്ട് അൽ ഹരീഖ് എന്ന പനംതോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ പട്ടണത്തിലേക്കാണ് പോകുന്നത്. 3 മണിക്കൂറിലേറെ സഞ്ചരിക്കണം അവിടെ എത്തുവാൻ. ഇനി ഹനീഫിക്കയുടെ വിവരണം കേൾക്കാം. Good morning, everybody. ഗ്ലോബൽ ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയുടെ സൗദി വണ്ടേഴ്സ്, സൗദിയെ കണ്ടറിയുക എന്ന പരിപാടിയുടെ ഭാഗമായി ഇന്ന് പുറപ്പെടുന്ന യാത്രയിലേക്ക് എല്ലാവരെയും ഗ്ലോബൽ ട്രാവൽസിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മള് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങിയാലോ? യാത്രയില് പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്, അതാണ് നമ്മൾ ചൊല്ലുന്നത്. മറ്റുള്ളവർക്ക് അവരുടേതായ പ്രാർത്ഥനകൾ ചെയ്യാവുന്നതാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫറിനാ ഹാദാ البر والتقوى ومن العمل ما ترضى ومن وعطاء السفر وغابة المنظر وسوء المنقلب في المال والأهل. പ്രിയമുള്ളവരെ, നമുക്കറിയാം സൗദി അറേബ്യ നമ്മുടെ ഇന്ത്യ പോലെ തന്നെ പ്രകൃതി ഭംഗി കൊണ്ടും വിഭവങ്ങൾ കൊണ്ടും വളരെ സമൃദ്ധമാണ്. വിശാലമായ മരുഭൂമിയും പേടിപ്പെടുത്തുന്ന മലനിരകളും വളരെ പരന്നു കിടക്കുന്ന തീരങ്ങളും അതുപോലെ തന്നെ മനോഹരമായ താഴ്വാരങ്ങളും നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇത്തരം പ്രദേശങ്ങളൊക്കെ കാണിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 3 വർഷത്തെ കൂടുതലായി ഗ്ലോബൽ ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി ഇത്തരം യാത്രകൾ സംഘടിപ്പിച്ചു വരുന്നു. പലവരും നമ്മുടെ പല യാത്രകളിൽ പങ്കെടുത്തവർ ഇതിലുണ്ട്. ഈ യാത്രയിലും ഞങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം, സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ ടൂറിസം രംഗത്ത് സൗദി അറേബ്യ, മക്ക, മദീന പ്രദേശങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു, അതായത് ഒരു തീർത്ഥാടന യാത്രകൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അടുത്ത സമയത്തായി ഇവർ ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും ഇവിടുത്തെ എല്ലാ പ്രദേശങ്ങളിലും
അവിടുത്തേതായ ഉത്സവങ്ങളും ആഘോഷങ്ങളും നടത്തി വരികയാണ്. അത്തരമൊരു ആഘോഷമാണ് ഹരിക്കത്ത പ്രദേശത്ത് നടക്കുന്ന ഓറഞ്ച് ഫെസ്റ്റിവൽ. അതുപോലെ ബുറൈനയില് ഈത്തപ്പഴമേള നടക്കാറുണ്ട്. ഒരു മാസം മുന്നേ നമ്മുടെ ദുർമയില് ഒട്ടക മത്സരം നടത്തിയിരുന്നു. ഓട്ട മത്സരം. മാസങ്ങൾക്ക് മുമ്പ് യാമ്പുവില് കുതിരയോട്ട മത്സരം നടന്നിരുന്നു. അവിടെ തന്നെ ഫ്ലവർ ഷോ നടക്കാറുണ്ട്. അതുപോലെ വിവിധങ്ങളായ പ്രദേശങ്ങൾ വിവിധ രീതികളിലുള്ള പ്രദർശനങ്ങളും മറ്റൊക്കെയാണ് ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇന്നത്തെ യാത്രയിൽ ഓറഞ്ച് ഫെസ്റ്റിവൽ നല്ല രീതിയിൽ ആഘോഷിച്ച് സന്തോഷകരമായ ഒരു യാത്രയും കാട്ടുമരത്തിന്റെ മനമുറിഞ്ഞേ കാട്ടുഭൂതങ്ങൾ മനം നിറഞ്ഞേ എന്ന തോക്കുകൾ മന്ത്രമോതുമ്പോ അമ്മ ഇപ്പോൾ കേട്ട റാപ്പ് ഒബൈദാണ് പാടിയത്. ആൾ ഒരു കലാകാരനാണ്. സ്വന്തമായി പാട്ടുകൾ എഴുതിയും ട്യൂൺ ചെയ്തും പാടുകയും പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സകല കലാവല്ലഭനാണ്. ഗ്ലോബൽ ട്രാവൽസിന്റെ ടൂർ ഓപ്പറേറ്ററായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ യാത്ര മരുഭൂമിയിലൂടെയാണ്. ഈ ബസ്സിൽ ഫാമിലിയാണ് കൂടുതലും ഉള്ളത്. മറ്റേ ബസ്സിലാണ് ബാച്ചിലേഴ്സ് ഉള്ളത്. ഇപ്പോൾ സമയം 9:05. 35 കിലോമീറ്റർ പിന്നിട്ട് അൽ ഹയർ എന്ന സ്ഥലത്തൂടെയാണ് കടന്നു പോകുന്നത്. 14 മണിക്കൂറിൻ്റെ ഒരു യാത്രയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് 1.25 മണിക്കൂറിൽ ചുരുങ്ങിയ ഒരു ഹ്രസ്വ യാത്രാ വിവരണ വീഡിയോ ആണിത്. സമയവും സ്ഥലവും കാലാവസ്ഥയും സംഭവങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ടൂറിൽ വന്ന് പാടി തഴഞ്ഞ് എല്ലാവർക്കും പരിചയമുള്ള ഒരാളുണ്ട്. ആൾ ഇടങ്ങണ്ട് നോക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. റിയാസ്ക എല്ലാവരെയും ആശംസിക്കുന്നു. നീ തന്ന സമ്മാനം ആനന്ദമാ ഉറവേ
നീ എന്ന നാമം ഒരുവേ നിന്റെ ഉൾപാതയിൽ ഉൾപ്പൂങ്ങിടുന്നു എന്റെ കണ്ണീർ തണുപ്പുവാളയോ വായിക്കുന്നു ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ പിരിയാൻ നീ വരൂ ഉയരിൻ നാദയേ. റാപ്പ് പാടി ഞാനാരായി ഞാൻ പറഞ്ഞു. റിയാദിൽ നിന്ന് ഈ വഴി 80 കിലോമീറ്റർ യാത്ര ചെയ്താൽ മവാൻ കാനിയോനിൽ എത്താം. മരുഭൂമിയിലുള്ള ഒരു മല ഇടുക്കാണിത്. മഴയുള്ളപ്പോൾ വെള്ളമൊഴുക്കുണ്ടാകും. അടുത്തതും ഈ യാത്രയിലെ ആദ്യത്തേതുമായ ഒരു സന്ദർശന ഇടമാണ് അത്. ഇപ്പോൾ സമയം 9:45. 60 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. ഈ പാലത്തിലൂടെയാണ് അൽ ഖർജിലേക്ക് തിരിഞ്ഞു പോകേണ്ടത്. പാട്ടും പരിപാടിയുമൊക്കെ തുടർന്നു. അവരവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരമായി ഈ യാത്ര. ഇനി ഏകദേശം 100 കിലോമീറ്റർ കൂടി താണ്ടണം. ഇഷ്ക് കൊണ്ട് മദഹ് പാടി മദീന തേടും പാപി ഇല്ല നബിയേ അല്ലാഹുനാശ്രയമേകി. ഇഷ്ക് കൊണ്ട് മദഹ് പാടി മദീന തേടും പാപി ഇല്ല നബിയേ അല്ലാഹുനാശ്രയമേകി. ഇഷ്ടമാനബിയേ നഷ്ടം ഇല്ല ഈ പ്രണയത്തിലൊട്ടും ഇഹപരാവിജയം ഇറയോ നൽകിടും ഈ പ്രണയ നേട്ടം. ഇവരിൽ ഒരു പുതിയ നിലവിൽ കാണണം നബിയേ ഇവരിൽ ഒരു പുതിയ നിലവിൽ കാണണം നബിയേ. ഇഷ്ക് കൊണ്ട് മദഹ് പാടി മദീന തേടും പാപി ഇല്ല നബിയേ എന്നിടങ്ങൾ യാതൊരാശ്രയമേകി. അവരുടെ സുന്ദരമാം കണ്ണോരിൽ സുവർഗം കണ്ട് മലർകൊടിയെ ഞാനെന്നും പ്രകരിയിൽ പോയെന്നും വളർന്നു വരും. കേട്ടോ അതിനകം അറിഞ്ഞൊരു മതിമറന്നൊരു ഈശ്വരനെ കടമിട്ട് തുടങ്ങിയ വിഷയിലെ മനസ്സിലെ തള്ളിമണി മലമണിമലക്കൊടിയായവൾ മനമറിഞ്ഞൊരുക്കിയ പരിശത്തിനരികത്ത് മരിങ്ങത്ത് മറഞ്ഞൊരു വഴകിന്റെ പാങ്കൊലി പുത്തൊരു പൊന്നൊളി പഞ്ചിരി മുന്തിരിയായവൾ ലങ്കി വിളങ്ങിയ മംഗമലർക്കൊടി ഹിന്ദിക മുത്തൊളി എത്തിയ കുന്തരി ചന്തമി ചന്തമി മണ്ടരി നെഞ്ചതി നഞ്ചതിലേറിയ മഞ്ചതിലെ പത്തഴ കൊത്തൊരു ചുണ്ടിൽ തെറ്റൊരു തഴ കൊത്തൊരു മുരുതി കിക്കിളി പന്തല് പൊന്തിയ പന്തല് കണ്ടൊരു കണ്ണത് ഉള്ളിയ മലർന്നൊരു മലർക്കൊടിയ മലർക്കൊടിയ മലർക്കൊടിയ. എങ്ങനെയിരുന്നു ഒബൈദിന്റെ പ്രകടനം? ഇപ്പോൾ ജനവാസ മേഖലയിലൂടെയാണ് പോകുന്നത്. 80 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. മവാൻ കാനിയോൻ അടുക്കാറായി. 10 കിലോമീറ്ററോളം മാത്രമേ ഇനി അവിടെ എത്തുവാനുള്ളൂ. അടുത്തത് അതിഥി പാട്ട് പാടാമെന്ന് അതിഥി കുഞ്ഞതിഥി. പച്ചക്കറി ചോറിയേറി പച്ച
പാട്ടും പാടി വരുന്നു ഞങ്ങൾ ഇപ്പോൾ ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഹിഡൻ കാനിയോൺ കണ്ട് പിന്നീട് 100 കിലോമീറ്റർ സഞ്ചരിച്ച് അൽ ഹരീക്കിലേക്ക് പോകും. നമ്മള് യാത്രയിലെ ഒരു ചെറിയ സ്പോട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൗദി അറേബ്യയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന്റെ ഭാഗമായി ഹിഡൻ കാനിയോൺ, എന്താ ഒളിഞ്ഞിടക്കുന്ന മലയിടുക്ക്. ഇവിടെ പ്രത്യേകിച്ച് നല്ല കാഴ്ചയാണ്. ഒരു അരുവിയും മറ്റുമൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷായി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീണ്ടും യാത്ര തുടരാം. ഹിഡൻ കാനിയൻ എത്തുന്നതിന് മുമ്പായി ഒരു ചെറിയ മജറയിലെത്തി. സമയം 10 മണിയായി. ഇവിടെ ഇപ്പോൾ 12 ഡിഗ്രിയാണ് താപനില. വെയിലുണ്ടെങ്കിലും അന്തരീക്ഷം തണുപ്പാണ്. ശീതകാലമായതിനാൽ എല്ലാവരും സ്വെറ്ററും ജാക്കറ്റും ഒക്കെ ധരിച്ചിരിക്കുന്നതിനാൽ തണുപ്പ് സഹനീയമാണ്. ഞാൻ ചുറ്റും നടന്ന് വീഡിയോ ചിത്രീകരിച്ചു. ടെൻ്റ് അടിച്ച് അവിടെ മലയുടെ ചുവട്ടിൽ ചിലർ താമസിക്കുന്നുണ്ട്. നല്ല മനോഹരമായ പ്രകൃതി ഭംഗി. ഇവിടെ ഉണ്ടായിരുന്ന മസ്ജിദിന് അടുത്തുള്ള ടോയ്ലറ്റ് എല്ലാവരും ഉപയോഗപ്പെടുത്തി. സൗദി അറേബ്യയിൽ ഉടനീളം തെക്കും കിഴക്കും ഭാഗങ്ങളിൽ വിപുലമായി കാണപ്പെടുന്ന ചുണ്ണാമ്പ് കല്ലിനോട് സാമ്യമുള്ള കടുപ്പം കുറഞ്ഞ പാറകളുടെ പാളികൾ തട്ടുതട്ടായി അടുക്കിയ പോലെയുള്ള മലകളും കുന്നുകളുമാണ് ഇവിടെ ഉള്ളത്. ഓരോ പാളികളും നൂറ്റാണ്ടുകൾ കൊണ്ടുണ്ടായതാണ്. അവയ്ക്ക് ഓരോ നൂറ്റാണ്ടിൻ്റെ കഥകളും പറയാനുണ്ടാവും. ഇവിടെ തന്നെ ഒരു ചെറിയ പനന്തോട്ടം കണ്ടു. പ്രായം കുറഞ്ഞ പനകളാണ്. അതിനുള്ളിലൂടെ നടന്നു. ഒരു ഈന്തപ്പനയുടെ ആയുസ് 30-നും 60-നും വർഷത്തിനിടയിലാണ്. 100 വർഷം വരെ പഴക്കമുള്ള പനകളും കണ്ടുവരാറുണ്ട്. ഒരു വർഷം ഒരു പനയുടെ വളർച്ച 20 സെൻറ്റിമീറ്ററിനും 30 സെൻറ്റിമീറ്ററിനും ഇടയിലാണ് എന്ന് കരുതപ്പെടുന്നു. ഇവിടെയുള്ള പനയ്ക്ക് 2 മീറ്ററോളം ഉയരമാണ് ഉള്ളത്. അങ്ങനെ നോക്കിയാൽ ഇവിടെയുള്ള പനകൾക്ക് 7-8 വർഷത്തിൻ്റെ വളർച്ചയാണുള്ളത് എന്ന് അനുമാനിക്കാം. എല്ലാവരും ഒന്ന് ഫ്രഷായി 10-15 ബസ്സിൽ കയറി യാത്ര തുടർന്നു. അഞ്ച് മിനിറ്റ് കൊണ്ട് ഹിഡൻ കാനിയോനിലെത്തി. നമുക്ക് ഇവിടെ 10 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. ആൾറെഡി നമ്മൾ അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് പോയെങ്കിൽ തന്നെ നമുക്ക് ജുമാകുമ്പോഴത്തേക്ക് ഹരീക്കിലെത്താൻ കഴിയുള്ളൂ. അപ്പം ആരും താമസിക്കാതെ പെട്ടെന്ന് തന്നെ 2 വണ്ടിയിൽ തിരിച്ചു കയറുക. ബസ്സിൽ നിന്നിറങ്ങി കുറച്ച് നടന്നു വേണം ഗർത്തമുള്ള സ്ഥലത്ത് എത്തുവാൻ. 1/2 കിലോമീറ്റർ നീളവും 8 മീറ്റർ വീതിയും പരമാവധി 6 മീറ്റർ താഴ്ചയുമാണ് ഈ ഗർത്തത്തിനുള്ളത്. എല്ലാവരും അവിടേക്ക് നടന്നു. ലൈംസ്റ്റോൺ കൊണ്ടുള്ള പാറകളിലൂടെ നിരന്തരം വെള്ളം ഒഴുകിയുണ്ടായ കാനിയനാണ് ഈ കാണുന്നത്.
ഓരോ പാളികളും നൂറ്റാണ്ടുകൾ കൊണ്ടുണ്ടായതാണ്. അവയ്ക്ക് ഓരോ നൂറ്റാണ്ടിൻ്റെ കഥകളും പറയാനുണ്ടാവും. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യ എന്ന ഉപദ്വീപ് കടലിൻ്റെ അടിയിലായിരുന്നുവല്ലോ. അന്നുണ്ടായതാണ് ഈ മലകൾ. പിന്നീട് ഉപരിതലത്തിൽ മണ്ണൊലിപ്പിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിലായത്. ഏതോ കാലത്ത് എപ്പോഴോ വെള്ളം ഒഴുകിയ പാടുകൾ കാണാം. അടിത്തട്ടിൽ ഇറങ്ങുവാൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ അവിടെ ഇറങ്ങി. മറ്റുള്ളവർ, കുട്ടികളടക്കം, മുകളിൽ നിന്ന് കാഴ്ചകൾ കണ്ടു. കൂടുതലൊക്കെ പാക്കുള്ള മരങ്ങളാണ് ഈ മരങ്ങളെ. ചിലർ ഫോട്ടോഷൂട്ടിൽ വ്യാപൃതരായി. ആ ഉസ്താദ് മരിക്കുന്ന സമയത്ത് ഞാൻ മെഡിക്കലിനെ മെഡിക്കലിന് പോയിട്ട് പത്ത് 40 എല്ലാവരും ബസ്സിൽ തിരിച്ചു കയറി. അടുത്ത ലക്ഷ്യത്തിലേക്ക് ബസ് കുതിച്ചു. ഇനി 1 മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്യണം. ഹലോ ഫ്രണ്ട്സ്, ഹലോ. എങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ? നന്നായിരുന്നോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നോക്ക് നിങ്ങള്, നമ്മള് വിശാലമായ മരുഭൂമി, അതിനിടയില് എത്ര സുന്ദരമായ ഒരു താഴ്വാരം, അല്ലെങ്കിൽ എന്താ പറയാ, അരുവി. അവിടുത്തെ ആ പാറ നിങ്ങൾ നിരീക്ഷോ? എത്ര മനോഹരമായാണ് രൂപാന്തരപ്പെട്ടുള്ളത്. വളരെ സ്മൂത്തായി വർഷങ്ങളുടെ പരിണാമങ്ങളുടെ ഭാഗമായി സംഭവിച്ച മാറ്റങ്ങളാണ് നമ്മൾ കണ്ടത്. സെഡിമെന്ററി റോക്ക് എന്ന് പറയും. ഒരുപാട് വർഷം മണ്ണങ്ങ അടിഞ്ഞു കിടന്ന് രൂപാന്തരപ്പെട്ട പാറയാണത്. അതിന് പറയുന്ന പേരാണ് സെഡിമെന്ററി റോക്ക്. ഇത്തരം കാഴ്ചകൾ കണ്ടും ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കുട്ടികൾ വീണ്ടും അവരുടെ പാട്ടിലുള്ള പ്രാവീണ്യം പ്രകടിപ്പിച്ചു തുടങ്ങി. Madina, Madina, Madina.
അടിമുടി കറുത്തതിനാലാണ് അവർ ആത്മാവ് വെള്ളാമ്പൽ തൂവാണ് അബൂബക്കർ സിദ്ദീഖ് അവർ ചെല്ലുന്നു ഉടനാടിമൊത്തം മോദിപ്പിച്ചെടുക്കുന്നു പുണ്യകരിമത്തുറപ്പിച്ച പൂങ്കരല് പുണ്യകരിമത്തുറപ്പിച്ച പൂങ്കരല്. നമ്മള് അടുത്ത ഡെസ്റ്റിനേഷൻ ഹരീക്കിലെ മസ്ജിദാണ്. അവിടെ എത്തി ഉടനെ ജുമ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ച് നമുക്ക് ഫാമിലേക്ക് പ്രവേശിക്കാം. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ എന്താ പറയാ സഹകരണം, പാർട്ടിസിപ്പൻസ് അത്യാവശ്യമാണ്. ഇപ്പോൾ സമയം 11:20. 140 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. 100 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ ബസ് നീങ്ങുന്നത്. ഇനി 40 കിലോമീറ്റർ കൂടിയുണ്ട് അൽ ഹരീക്കിൽ എത്തുവാൻ. ഹരീക്കിന് മുമ്പ് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന 2 ചെറു ഗ്രാമങ്ങളുണ്ട്, നാമും അൽ ഫൈസറും. ഇവിടെ നിന്ന് നാമിലേക്ക് 20 കിലോമീറ്റർ ദൂരമുണ്ട് എന്ന ബോർഡ് റോഡിൽ കാണാം. നാമിൽ നിന്ന് അൽ മുസൈഫർ വഴി അൽ ഹരീക്കിലേക്ക് 15 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ അരീക്കിന് തൊട്ടടുത്തേക്ക് എത്തി. ഇനി തൊട്ട ഇത് നാം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് നാം അങ്ങനെ. അത് കഴിഞ്ഞാല് ഹരീക്കാണ്. ചുറ്റും മലകൾ. നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലത്തേക്കാണ് എത്താൻ പോണേ. ഇനിയുള്ള വഴി ചുരത്തിലൂടെയാണ്. നല്ല ഇറക്കമാണ്. താഴ്വാരത്തിലാണ് നാം എന്ന ഗ്രാമം. അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ്. സാധാരണഗതിയിൽ ഈ റൂട്ടിൽ ബസ്സുകൾ കൂടുതൽ വരാറില്ല. നമ്മുടെ ഡ്രൈവർ രണ്ടുപേരും നല്ല ആളുകളാണ്. നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ സൗകര്യപ്രദമായ രീതിയിലാണ് അവർ വണ്ടി എടുക്കുന്നത്. കാണുക, പ്രകൃതി ഭംഗി ആസ്വദിക്കുക. ഇനി ദൂരം അതിവേഗം അകലങ്ങൾ അറിയാതെ ഇനിയെന്നും തുണയായി തരണങ്ങൾ വഴിനീളെ. ഇനി ദൂരം അതിവേഗം അകലങ്ങൾ അറിയാതെ ഇനിയെന്നും തുണയായി തരണങ്ങൾ വഴിനീളെ. ഇപ്പോൾ അടിവാരത്തിലൂടെയാണ് പോകുന്നത്. അൽ ഹരീക്കും താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാളികൾ അടുക്കി വെച്ചതുപോലെയുള്ള വൻ മലകളാണ് വലതുവശത്ത്. ഇടതുവശത്ത് പനത്തോട്ടങ്ങളും കൃഷി ഇടങ്ങളുമാണ്. നാമും മുഫൈസറും പിന്നിട്ടിരിക്കുന്നു.
അൽ ഹരി പ്രവിശ്യയുടെ പ്രവേശന കവാടം കാണാം. കവാടത്തിലൂടെ കടന്നു. ഇപ്പോൾ സമയം 11:40 ആയിരിക്കുന്നു. 5000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ് ഈ പട്ടണത്തിനുള്ളത്. 2023 സെൻസസ് പ്രകാരം ഇവിടുത്തെ ജനസംഖ്യ 10,000-ഓളമാണ്. മിക്കവാറും പേർ കൃഷിക്കാരാണ്. മലയിടുക്കിലെ താഴ്വാരത്തിലുള്ള പ്രദേശം ആയതിനാൽ മിതമായ കാലാവസ്ഥയാണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ സിട്രസ് ഇനത്തിൽപ്പെട്ട ഓറഞ്ച്, നാരങ്ങ മുതലായ ഫ്രൂട്ട്സും സ്ട്രോബെറിയും പച്ചക്കറിയും സുലഭമായി കൃഷി ചെയ്യാം. ഹരീഖ് പട്ടണത്തിന്റെ തെരുവിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ജുമാ നിസ്കാരത്തിനുള്ള സമയമായിരിക്കുന്നു. ഇപ്പൊ സമയം 11:50 വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമ ഉള്ള ദിവസമാണ്. എല്ലാവരും നിസ്കരിക്കാൻ പോകും. ഞങ്ങൾ നിൽക്കൊണ്ട് അഥവാ നിസ്കരിക്കാൻ വരാത്തവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എന്തായാലും ബാക്കിയുള്ളവർക്ക് ചുറ്റൊന്ന് കാണാം. കറക്റ്റ് 12:30 ആകുമ്പോൾ തിരിച്ച് ബസ്സിൽ വരിക. ബസ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ കിങ് അബ്ദുൽ അസീസ് ഗ്രാൻഡ് മോസ്കിന്റെ മുമ്പിലുള്ള മൈതാനത്ത് പാർക്ക് ചെയ്തു നിർത്തി. ബസ് പാർക്ക് ചെയ്തിരിക്കുന്നതിന്റെ മുമ്പിലായി റോഡിന്റെ അപ്പുറത്ത് ഗ്രാൻഡ് മസ്ജിദും അതിന്റെ വശത്തായി ഒരു പച്ചക്കറി മാർക്കറ്റും ഉണ്ട്. നിസ്കാരത്തിനായി എല്ലാവരും പള്ളിയിലേക്ക് പോയി. എല്ലായിടത്തും കാണുന്നത് പോലെ ഇവിടെയും മസ്ജിദിന്റെ മുമ്പിലുള്ള തുറസായ സ്ഥലത്ത് പലവിധ കച്ചവടങ്ങൾ തകൃതിയായി നടക്കുന്നു. ഇലക്ട്രോണിക്സ് ഐറ്റവും ഫ്രൂട്ട്സും ഒക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. എല്ലാം നടന്ന് കണ്ടു. നാരങ്ങ ഇനത്തിൽപ്പെട്ട കമ്പിളി നാരങ്ങ, കറിനാരങ്ങ, മാതള നാരങ്ങ മുതലായവയാണ് ഇവിടെ വിൽക്കുന്നത്. ചെറുനാരങ്ങ മാത്രം കണ്ടില്ല. അതിന് പറ്റിയ കാലാവസ്ഥയായിരിക്കില്ല ഇവിടെ. തൊട്ടടുത്ത് കണ്ട വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് പ്രവേശിച്ചു. ഇവിടെ എന്തെല്ലാമാണുള്ളത് എന്ന് നോക്കിക്കണ്ടു. ചിലതിൻ്റെ വിലയൊക്കെ ചോദിച്ച് ചുറ്റി നടന്നു. ഓറഞ്ചും ചോളവും പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും എല്ലാം ഇവിടെയുണ്ട്. മജറയിൽ നിന്ന് ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഫ്രഷായവ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. പക്ഷേ വിലക്കുറവില്ല. 30-40 റിയാലാണ് ഒരു പെട്ടിക്ക് വില. മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി. തിരിച്ച് ബസ് പാർക്ക് ചെയ്ത ഇടത്തേക്ക് നടന്നു. അവിടെ ഒരു ഓറഞ്ച് തോട്ടം ഉണ്ടെന്ന് എതിരെ വരുന്ന സഹയാത്രികർ പറഞ്ഞു. അവർ അവിടെ കയറി ഓറഞ്ച് പറിച്ചിട്ടാണ് വരുന്നത്. ഞാനും അങ്ങോട്ട് നടന്നു. ഒരു പഴയ മൺവീട് ശ്രദ്ധയിൽപ്പെട്ടു. പനക്കൂട്ടത്തിന്റെ മുമ്പിൽ ആ വീട് നിൽക്കുന്നത് കാണുവാൻ നല്ല ഭംഗിയുണ്ട്. തോട്ടത്തിലേക്ക് നടന്നു. ഈന്തപ്പന തോട്ടമാണ്. അതിൻ്റെ ഇടയിലാണ് ഓറഞ്ച് കൃഷി. ഓറഞ്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇവിടുത്തെ എല്ലാ ഓറഞ്ച് തോട്ടത്തിൽ നിന്നും ഓറഞ്ച് പറിച്ച് മരങ്ങൾ എല്ലാം കാലിയാണ്. എങ്കിലും അവിടെ ഇവിടെയായി ഉയരത്തിൽ ചില ചില്ലകളിൽ ഓറഞ്ചുണ്ട്. കഷ്ടപ്പെട്ട് 1-2 ഓറഞ്ച് പറിച്ചു. നല്ല മധുരവും രുചിയുമുണ്ട്. മറ്റുള്ള സഹയാത്രികർ പനകൾക്കിടയിലൂടെ ഉള്ളിലേക്ക് ഓറഞ്ച് തേടി പോകുന്നുണ്ട്. എന്തോ എന്നാ മോനെ മോൻ കേക്ക് മുറിച്ചോ വൈകിട്ട് കേക്ക് മുറിക്കാവേ. ചിലർ ഓറഞ്ച് പറിച്ച് അവിടെ നിന്ന് മടങ്ങി വരുന്നു. ഓറഞ്ച് തിന്നില്ല, പിടിച്ചോണ്ടിരിക്കുക.
അവിടെ നിന്നിറങ്ങി ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നു. ഓരോരുത്തരായി ബസ്സിൽ കയറി. ഞാൻ ബസ് മാറിക്കയറി. ബാച്ചിലേഴ്സ് കൂടുതലുള്ള രണ്ടാമത്തെ ബസ്സിലാണ് കയറിയത്. ഇപ്പോൾ നിൽക്കുന്ന ഗ്രാൻഡ് മോസ്കിൽ നിന്ന് ഇനി പോകുന്നത് അൽ മിറ്റൽ പാർക്കിലേക്കാണ്. പിന്നെ നേരെ പോകുന്നത് ഒരു ഓറഞ്ച് ഫാമിലേക്കാണ്. അവിടെ നിന്ന് അവസാനമായി ഓറഞ്ച് ഫെസ്റ്റിവൽ നടക്കുന്ന മൈതാനത്തേക്കാവും പോവുക. സന്ധ്യയോടെ മടങ്ങി തിരിച്ച് റിയാദിലേക്ക് പോകും. അതാണ് പ്ലാൻ. ഇവിടെ ഒരാൾ കുറേ നേരമായി നല്ല പണിയിലാണ്. പൊട്ടിപ്പോയ ഡ്രംസ് സെലോട്ടി പൊട്ടിച്ച് നന്നാക്കുന്ന പ്രക്രിയയിലാണ് അജിസൽ എന്ന സുഹൃത്ത്. തോട്ടത്തിൽ നിന്ന് പറിച്ച ഓറഞ്ചുകൾ പങ്കിട്ട് കഴിക്കുന്ന തിരക്കിലാണ് മറ്റു ചിലർ. അജിസലിന്റെ പ്രയത്നം വിജയിച്ചിരിക്കുന്നു. ഡ്രംസ് റെഡി. ഇനി പാട്ട് കച്ചേരി തുടങ്ങാം. 1 മണിയായപ്പോഴേക്കും ബസ് അടുത്ത ലക്ഷ്യസ്ഥാനമായ മിറ്റൽ പാർക്കിലേക്ക് പുറപ്പെട്ടു. 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പാർക്കിലേക്ക്. സംഘാടകർ എല്ലാവർക്കുമുള്ള ഉച്ചഭക്ഷണത്തിനുള്ള ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. പാർക്കിൽ പോയി അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് വിശാലമായ പുൽമേട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുവാനാണ് പരിപാടി. ഈ ബസ്സിൽ പുതിയ ചില മുഖങ്ങളും കണ്ടു. ഈ ചുവന്ന കോട്ടിട്ടിരിക്കുന്ന സുഹൃത്താണ് ഷൈജു. ഇദ്ദേഹം റിയാദ് ടാക്കീസ് എന്ന ഗ്രൂപ്പിൻ്റെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. ഇവരുടെ ഒരു സംഘഗാനം കേട്ടാലോ?
പാർക്കിലെത്തി. വണ്ടിയിൽ നിന്നിറങ്ങി അവിടെ ഉണ്ടായിരുന്ന പബ്ലിക് ടോയ്ലറ്റിലേക്കാണ് എല്ലാവരും ആദ്യം പോയത്. അവിടെ വെള്ളം ഇല്ലായിരുന്നു എന്നൊരു പ്രശ്നം നേരിട്ടു. തീരെ ഇല്ലാതെയില്ല, പൈപ്പിലൂടെ ചെറുതായി മാത്രം വെള്ളം വരുന്നുണ്ട്. പാർക്കിന്റെ നടുക്ക് സൗദിയുടെ നാഷണൽ ഫ്ലാഗ് കാണാമായിരുന്നു. ഭക്ഷണം വിളമ്പുന്ന തിരക്കിൽ സംഘാടകരും ഭക്ഷണപ്പൊതി വാങ്ങുന്ന തിരക്കിൽ യാത്രക്കാരും എല്ലാവരുടെയും പ്രവൃത്തികൾ വീഡിയോയിൽ ചിത്രീകരിക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. ഓരോരുത്തരും അവിടെ ഇവിടായി പാർക്കിലെ ബെഞ്ചിലും ഇരിപ്പിടങ്ങളിലും പുൽത്തകിടിയിലും ഒക്കെയായി സ്ഥാനം പിടിച്ച് ബിരിയാണി കഴിച്ചു തുടങ്ങി. വ്യത്യസ്തനായൊരു ബ്രോവായ ഷൈജു ഊഞ്ഞാലിലാടി ബിരിയാണി കഴിക്കുന്നു. ഇതുപോലത്തെ ഒരു ഭക്ഷണം നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ടേ കിട്ടും.
ഉച്ചഭക്ഷണവും ഗ്രൂപ്പ് ഫോട്ടോയും ഒക്കെ കഴിഞ്ഞ് അടുത്ത ലക്ഷ്യത്തിലേക്ക് വണ്ടി കയറി യാത്രയായി. 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഫാമിലേക്ക്. അൽ ഹരീക്കിൽ സർക്കാർ കണക്കു പ്രകാരം 350ഓളം പ്രവർത്തനക്ഷമമായ ഫാമുകൾ ഉണ്ട് എന്നാണ് കണക്ക്. അവയിൽ 20-ൽ പരം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഓറഞ്ചും നാരങ്ങയും കൃഷി ചെയ്യുന്നുണ്ട്. ഒരു വർഷം ഈ മജറിയിൽ 5000 ടണ്ണോളം ഫലവർഗ്ഗങ്ങൾ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. വെറും 14 കിലോമീറ്റർ ചുറ്റളവുള്ള മരുഭൂമിയാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ജനുവരി 1 മുതൽ 10 വരെ ഇവിടെ സിട്രസ് ഫെസ്റ്റിവൽ നടത്തുന്നത്. എല്ലാത്തിനും കാരണം അനുയോജ്യമായ കാലാവസ്ഥയും മരുപ്പച്ചയിലെ ഭൂഗർഭ ജലവുമാണ്. ബസ് ഒരു മതിലിനോട് ചേർത്ത് പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് 5 മിനിറ്റോളം നടക്കണം നിർദ്ദിഷ്ട ഫാമിലെത്തുവാൻ. എല്ലാവരും നടന്നു തുടങ്ങി. 4 മണിയാവുമ്പോഴേക്കും തിരിച്ച് എത്തണം. ഫാമിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ ഷൈജു ബ്രോ എന്നെ ഹാസ്യരൂപേണ വെൽക്കം ചെയ്ത് സ്വീകരിച്ചു. കൂടെയുള്ളവർ ഫാമിലേക്ക് കയറിയപ്പോൾ ഞാൻ നേരെ മുമ്പോട്ട് നടന്നു, മുമ്പിലുള്ള മലയുടെ കാഴ്ചകൾ കാണുവാൻ. മലയുടെ ചരിവിൽ സുബാനല്ല എന്ന അറബ് അക്ഷരങ്ങളാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നത്തെ യാത്രയിൽ ഉടനീളം കണ്ട പാളികൾ അടുക്കിയ പോലെയുള്ള ചുവന്ന അവസാദ ശിലകൾ കൊണ്ടുള്ള മലകൾ തന്നെയാണ് ഇവിടെയുമുള്ളത്. സെഡിമെൻ്ററി റോക്സിൻ്റെ മലയാള പദമാണ് അവസാദ ശിലകൾ എന്നത്. ഇനിയും താഴേക്ക് ഇറങ്ങാം. ഈ ഫാമിൻ്റെ പേര് ഗ്രീൻ മസറിയ എന്നാണ്. ബോർഡിൽ എഴുതിയിരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയതാണ്. ഉടമസ്ഥൻ്റെ പേരും എഴുതി വച്ചിട്ടുണ്ട്. പരേതനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ നമീർ. കവാടത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എനിക്ക് മുമ്പായി പ്രവേശിച്ച സഹയാത്രികർ അവിടെ ഇവിടായി ഇരിപ്പുണ്ട്. ചിലരൊക്കെ ചുറ്റി നടന്ന് കാഴ്ചകൾ കാണുന്നുമുണ്ട്. ആദ്യം കണ്ടത് വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം എന്ന് എഴുതി വച്ചിരിക്കുന്ന പച്ച നിറത്തിലുള്ള ഒരു ബോർഡാണ്. ഇവിടെ ഓറഞ്ച് മരങ്ങൾ വളരെ കുറവാണ്. കൂടുതലും വാഴകളും പൂച്ചെടികളും പനകളും പിന്നെ മറ്റേതോ ചെടികളും ഒക്കെയാണ്. ഒരു ബൊട്ടാണിസ്റ്റിന് മാത്രമേ ഈ സസ്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഉള്ളിൽ ഒരു മരത്തിൽ കുറച്ച് ഓറഞ്ച് കിടക്കുന്നത് കണ്ടു. കുലച്ചു നിൽക്കുന്ന 4-5 വാഴകളും ഇവിടെയുണ്ട്. സൗദി അറേബ്യയിലെ പുരുഷന്മാരുടെ പരമ്പരാഗതമായ വസ്ത്രം ധരിച്ച് ചില സ്വദേശവാസികൾ ഇതിലൂടെ ഗാംഭീര്യത്തോടെ നടക്കുന്നത് ഒരു കൗതുക കാഴ്ചയാണ്. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുവാൻ പലരും താല്പര്യപ്പെടുന്നതും കണ്ടു. എല്ലായിടത്തും ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. വീഡിയോ ചിത്രീകരിച്ചു. ഏകദേശം 1 ഏക്കർ വിസ്തീർണം കാണും ഈ ഫാമിന്.
ഒരു ഭാഗത്ത് കമ്പിവേലി അടിച്ചുണ്ടാക്കിയ കൂട്ടിൽ ചില ജീവജാലങ്ങളെ കണ്ടു. കാട്ടുകോഴിയും നാടൻ കോഴിയും കാട, ഉടുമ്പ് മുതലായവ അതിൽ ഉൾപ്പെടും. ഇവിടെ നിരന്നിരുന്ന് വിശ്രമിക്കുന്ന സഹയാത്രികരെ കണ്ടു. ഞാനും അവിടെ ഒന്നിരുന്നു. 4 മണിക്ക് ബസിൻ്റെ അടുത്ത് തിരിച്ചെത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഇനി ഒന്നും കാണുവാനില്ലാത്തതിനാൽ പുറത്തിറങ്ങി. എല്ലാവരും എത്തിയതോടെ 4:05 ആയപ്പോഴേക്കും ബസ് അടുത്ത ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഹലോ, അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനായ ഫെസ്റ്റിവൽ ഭവനയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതോടുകൂടി നമ്മളുടെ ഇന്നത്തെ പരിപാടി അവസാനിക്കുന്നതാണ്. ഫാമിലൊക്കെ എല്ലാവരും ആസ്വദിച്ചു നന്നായിട്ട്. ഇവിടുത്തെ ഓറഞ്ചൊക്കെ ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുമ്പേ പറിച്ചു പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നത്. നാളത്തോടുകൂടി എല്ലാം ക്ലോസ് ചെയ്യുകയും ചെയ്യും. പിന്നെ അടുത്ത സീസണിൽ ആർക്കെങ്കിലും അങ്ങനെ എൻട്രി ഉള്ളൂ. അതുപോലെ പാകിസ്ഥാനികളും അവിടുത്തെ തൊഴിലാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഓറഞ്ച് അത്യാവശ്യം വേണ്ടവർക്ക് അവിടുത്തെ ഫെസ്റ്റിവൽ ഏരിയ കളക്ട് ചെയ്യാവുന്നതാണ്. പത്ത് മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. സന്ധ്യയാകാറായി. 2 മണിക്കൂർ സമയമുണ്ട്. 6 മണിയോടെ ബസ്സിൽ എത്തണം മടക്കയാത്രയ്ക്കായി. പവലിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ അനുവദിച്ചുള്ള സമയം 5:30 വരെയാണ്. 6 മണിക്ക് കറക്റ്റ് നമുക്ക് പുറപ്പെടണം. അപ്പൊ അതിനുള്ളിൽ മുമ്പ് എല്ലാവരും ബസ്സിലെത്തുക. ഇതാണ് ഫെസ്റ്റിവലിൻ്റെ കവാടം. ഇത് ഒരു സ്ഥിര എക്സിബിഷൻ ഗ്രൗണ്ടാണ്. ആദ്യം കാണുന്നത് ഫുഡ് കോർട്ടാണ്. തുറസായ സ്ഥലത്ത് കസേരയും മേശയുമൊക്കെ ഇട്ട് ആളുകൾ ചായയും ഭക്ഷണവും കഴിക്കുന്നത് കാണാം. അതും കടന്ന് മുമ്പോട്ട് നടന്നാൽ കാണുന്നത് ഒരു ഫ്ലവർ നഴ്സറിയുടെ ബോർഡാണ്. പലതരം പൂച്ചെടികൾ ചട്ടിയിലാക്കി വിൽപ്പന നടത്തുന്ന നഴ്സറി. പച്ചക്കറികളുടെയും പൂച്ചെടികളുടെയും വിത്തുകളും ഇവിടെ ലഭ്യമാണ്.
ഇവിടെ നടുക്കായി ഭീമാകാരമായ ഒരു കുട്ടയിൽ ഓറഞ്ച് കൂട്ടിവെച്ചിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ നിന്ന് പലരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇടതുവശത്തായി ഒരു വലിയ കൂടാരം കാണാം. അതിൻ്റെ ഉള്ളിൽ സന്ദർശകർക്ക് ഇരിക്കുവാനുള്ള കസേരകൾ നിരത്തി ഇട്ടിരിക്കുന്നു. അവിടെ ഇരിക്കുന്നവർ ഈ യാത്രയിലെ എൻ്റെ സഹയാത്രികരാണ്. ഒരു ബംഗാളി യുവാവ് എല്ലാവർക്കും സൗദിയുടെ പരമ്പരാഗത പാനീയമായ ഗാവയും ചായയും കൊടുത്ത് സൽക്കരിക്കുന്നുണ്ട്. മേശയിൽ ഇഷ്ടാനുസരണം ഭക്ഷിക്കുവാനായി ഈന്തപ്പഴവും വെച്ചിട്ടുണ്ട്. സായാഹ്നത്തിലെ ചായ കുടി അങ്ങനെ നടത്തി. അവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് നടന്നു. പുറത്തും ഒരു മേശയിൽ സന്ദർശകർക്ക് സ്വാദ് നോക്കുവാനായി ഈന്തപ്പഴം വെച്ചിട്ടുണ്ട്. ഓരോ തട്ടിലും വ്യത്യസ്തമായ ഇനങ്ങൾ. ഞാൻ അതും എടുത്തു. ഒരു വശത്ത് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇരുന്ന് വിശ്രമിക്കുന്നു. കുട്ടികൾ ഓടിക്കളിക്കുന്നു. അതൊന്നും ഗവനിക്കാതെ ഓറഞ്ച് മാർക്കറ്റ് ലക്ഷ്യമാക്കി നടന്നു. ഇവിടെ താൽക്കാലികമായ ടെൻറ്റും ഷെഡുമൊക്കെ ഉണ്ടാക്കിയാണ് 10 ദിവസത്തെ ഈ ആഘോഷം നടക്കുന്നത്. ഈ ഷെഡുകളിലെല്ലാം പലതരം സ്റ്റോളുകളാണ്. ചിലതൊക്കെ അവിടുത്തെ സർക്കാർ വകയും ചിലത് സ്വദേശികളുടെ കച്ചവട സ്ഥാപനങ്ങളുമാണ്. ഫ്രൂട്ട് സ്റ്റോളിലെത്തി. നല്ല വലിപ്പമുള്ള ഓറഞ്ചും നാരങ്ങയുമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ തകൃതിയായി കച്ചവടം നടക്കുന്നുണ്ട്. ഇത് നീണ്ടിരിക്കുന്ന ഒരു തരം ചെറിയ ഓറഞ്ചാണ്. തോലോടുകൂടി ഇത് ഭക്ഷിക്കാം. ഒരു കൂടയ്ക്ക് 10 റിയാലാണ് വില. ഒരെണ്ണം ഞാൻ ടേസ്റ്റ് ചെയ്തു നോക്കി. നല്ല മധുരവും രുചിയുമുണ്ട്. ഈ കുട്ടികൾ രുചി നോക്കുവാനായി മുറിച്ച് എല്ലാവർക്കും നൽകുന്നുണ്ട്. ഇവിടെയും ഷൈജു ബ്രോ പ്രത്യക്ഷപ്പെട്ടു. ഫാമിൽ ചെന്നപ്പോൾ സ്വാഗതം ചെയ്യുവാനും ഇവിടെ കച്ചവടം ചെയ്യുവാനുമൊക്കെ വ്യാപൃതനാകുന്ന വ്യക്തിത്വം. 25 ഈ സ്റ്റോളിൽ സന്ദർശകരെ ആകർഷിക്കുവാനായി കമ്പിളി നാരങ്ങ കൊണ്ട് 2 തലകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൗതുകമായി. الكبير على 75 الكبير 75 എല്ലാം കണ്ടിറങ്ങി. മടങ്ങുവാനുള്ള സമയമാകുന്നു. സൗജന്യ കുടിവെള്ളം നൽകുന്ന സ്റ്റാളിൽ നിന്ന്
കുപ്പിവെള്ളം കരസ്ഥമാക്കി കുടിച്ചു. കുപ്പി വേസ്റ്റിൽ ഇടുവാനും മറന്നില്ല. ഇവിടെ മറ്റൊരു കൂടാരം കണ്ടു. VIP-കൾക്കുള്ളതാണ് എന്ന് കാഴ്ചയിൽ മനസ്സിലായി. ഉള്ളിലുള്ളത് സൗദി പൗരന്മാർ മാത്രം. മൈതാനത്ത് കുട്ടികൾ കളികളിൽ ഏർപ്പെടുവാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുറച്ചു നേരം അത് കണ്ടിരുന്നു. തെർമോകോൾ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ ഓറഞ്ച് കണ്ണിൽപ്പെട്ടു. അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തു. നേരം സന്ധ്യയാകുന്നു. 5:30 ഉള്ളിൽ കയറുമ്പോൾ ഉള്ളതിനേക്കാളും തിരക്ക് വർദ്ധിച്ചിരിക്കുന്നു. സൗദി പൗരന്മാരാണ് കൂടുതലും. ഫുഡ് സ്റ്റോളിൻ്റെ മുമ്പിലൂടെ നടന്നു. കൂടെ ഉണ്ടായിരുന്നവർ സാൻഡ്വിച്ചും ഷവർമയും മറ്റും വാങ്ങി കഴിക്കുന്നുണ്ട്. ഗാവയും കാരയ്ക്കായും കഴിച്ചതിനാൽ എനിക്ക് വിശപ്പുണ്ടായില്ല. നേരം ഇരുട്ടി തുടങ്ങി. ശീതകാലമായതിനാൽ പകൽ സമയം കുറവും രാത്രി കൂടുതലുമാണല്ലോ. അതുകൊണ്ട് തന്നെ 6 മണിയായപ്പോഴേക്കും ഇരുട്ടി തുടങ്ങി. 6 മണിക്ക് തന്നെ എല്ലാവരും ബസ്സിൽ തിരിച്ചെത്തിയിരുന്നു. 6:10 മടക്കയാത്ര തുടങ്ങി. ഇനി 3 മണിക്കൂറോളം യാത്ര ഉണ്ടാവും. എന്തായാലും 10 മണിക്ക് മുമ്പായി എത്തുമെന്ന് വിചാരിക്കുന്നു. അവിടെ ചെന്നിട്ടാകാം രാത്രി ഭക്ഷണം. നമ്മള് തിരിച്ച് നമ്മുടെ സ്വന്തം തട്ടകത്തിലേക്ക് പുറപ്പെടുകയാണ്. ഇന്നത്തെ യാത്രയില് എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും കൂടി നമുക്ക് ആ വന്ന ഒരു ആവേശം നിലനിർത്താൻ വേണ്ട നടപടികൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പുറപ്പെടാം. ഈ യാത്ര സംഘടിപ്പിച്ച ഗ്ലോബൽ ട്രാവൽസിനും അതിൻ്റെ ഭാരവാഹികൾക്കും പിന്നെ പ്രത്യേകിച്ച് ബസ്സിൻ്റെ ഡ്രൈവർമാർക്കും നന്ദി പറയുന്നു. ഇതുപോലൊരു ആനന്ദപ്രദമായ ഒരു ദിവസം ഒരുക്കി തന്നതിന്. വീണ്ടും മറ്റൊരു യാത്രാ വിവരണവുമായി വരാം. നന്ദി. ശുഭയാത്ര. ശുഭരാത്രി. ഗുഡ് ബൈ.